പറഞ്ഞു. അതുകൊണ്ട് ഓരോ മുസ്ലിമിൻ്റെ സ്വഭാവത്തിലും ഈ ഗുണങ്ങൾ ഉണ്ടായിരിക്കൽ അനിവാര്യമാണ്. കാരണം ഒരുപക്ഷെ അവൻ്റെ ദഅവത്ത് അവൻ്റെ സംസാരത്തിലൂടെ നടത്താൻ സാധിക്കുകയില്ല. പകരം അവൻ്റെ പ്രവർത്തനത്തിലൂടെ ദഅവത്ത് നടത്താൻ സാധിക്കും. പലരും അങ്ങനെ സ്വഭാവങ്ങളിലൂടെ മുസ്ലിമീങ്ങളുടെ പെരുമാറ്റങ്ങൾ കണ്ട് ഇസ്ലാം സ്വീകരിച്ചതായി പണ്ഡിതന്മാർ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലൊരു മുസ്ലിമിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട സ്വഭാവ ഗുണമാണ് ക്ഷമ എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് ക്ഷമയെ കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വസ്ബിർ വമാ സബറുക ഇല്ലാ ബില്ലാഹ്. അല്ലയോ റസൂലേ, റസൂലിന് ശേഷം വന്ന മുഅ്മിനീങ്ങളും വസ്ബിർ, നിങ്ങൾ ക്ഷമിക്കുക, വമാ സബറുക ഇല്ലാ ബില്ലാഹ്, നീ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല മറ്റൊരായത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ മുഅ്മിനീങ്ങളെ, വിശ്വസിച്ചവരെ, അസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കണം. അതുകൊണ്ട് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം രണ്ടാൽ ഒരവസ്ഥയിലേ അവനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഒന്നെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തു നൽകിയ അനുഗ്രഹങ്ങൾ അതിന് നന്ദി ചെയ്യുന്നവനായിട്ട്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പ്രയാസങ്ങൾ, അവൻ നൽകുന്ന പരീക്ഷണങ്ങൾ, അതിൽ ക്ഷമ കൈക്കൊള്ളുന്നവനായിട്ട്. ഈ രണ്ടാൽ ഒരവസ്ഥയിലെ ഒരു മുഅ്മിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ചില സലഫുകൾ പറഞ്ഞത്, അൽ ഈമാനു നിസ്ഫാൻ, ഈമാൻ എന്ന് വെച്ചാൽ, വിശ്വാസം എന്ന് വെച്ചാൽ രണ്ട് പകുതിയാണ്. അൽ ഈമാനു നിസ്ഫാനി, ഈമാൻ രണ്ട് പകുതിയാണ്. നിസ്ഫുൻ ശുക്റുൻ, ഒന്നാമത്തെ പകുതി ശുക്റാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്തു നൽകിയ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം നുകർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ശുക്ർ ചെയ്യുക എന്നുള്ളതാണ് ഈമാനിൻ്റെ ഒന്നാമത്തെ പകുതി. വനിസ്ഫുൻ സബറുൻ, രണ്ടാമത്തേത് ക്ഷമയാണ്. ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. കാരണം ദുനിയാവ് റബ്ബ് സ്വർഗ്ഗാക്കിയിട്ടൊന്നുമില്ല. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. ആ പ്രയാസങ്ങളിൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് ക്ഷമയെ കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ട്. ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, വസ്ബിർ എന്ന് പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ വസ്ബിറൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൽ നിന്ന് പ്രകാരം വന്നതായി കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയെ കൊണ്ട് മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചു. വഇദാ അമറക അല്ലാഹു ബിശൈഇൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെങ്കിലും ഒരു കാര്യത്തെ കൊണ്ട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, കൽപ്പന വന്നിട്ടുണ്ടെങ്കിൽ, കൽപ്പന ക്രിയയിൽ എന്തെങ്കിലും ഒരു കാര്യം റബ്ബ് സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫഅലം, നീ അറിയണം, അന്നൽ ഖൈറൽ കസീറ തഹ്ത ഹാദ ഷൈ, ഈ കൽപ്പനയ്ക്ക് താഴെ ഒരുപാട് നേട്ടങ്ങളും അനുഗ്രഹങ്ങളും നന്മകളും നിനക്ക് കൈവരിക്കാൻ സാധിക്കും. ഈ ഒരു കൽപ്പന ഒരുപാട് നേട്ടങ്ങളെ, ഒരുപാട് നന്മകളെ ഉൾക്കൊള്ളുന്നുണ്ട്. ഫല്ലാഹു ലാ യഅ്മുറുന ഇല്ലാ ബിഖൈരിൻ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ കാര്യം കൊണ്ടല്ലാതെ മുഅ്മിനീങ്ങളെ കൽപ്പിക്കുകയില്ല. ഖൈർ എന്ന് പറയുമ്പോൾ രണ്ട് രൂപത്തിലുണ്ടാവും, ഖൈറായാലും ഷർറായാലും. അള്ളാഹു കൽപ്പിക്കുന്നത് ഖൈറായിരിക്കും, റബ്ബ് സുബ്ഹാനഹു വ തആല വിലക്കുന്നത് ഷർറായിരിക്കും. അതെല്ലാ ഭാഗത്തും നോക്കുമ്പോൾ ഖൈറാവണമെന്നുണ്ടോ? ഇല്ല. എല്ലാ ഭാഗത്തും നോക്കുമ്പോൾ ഷർറന്നാവണമെന്നുണ്ടോ? അതുമില്ല. ഒന്നെങ്കിൽ അതിൻ്റെ മസ്ലഹത്ത്, അതിൻ്റെ ഖൈർ റാജിഹായിരിക്കും, എല്ലാ ഭാഗത്തും നോക്കിയാലും ഖൈറായ കാര്യമായിരിക്കും, മസ്ലഹത്ത് ഖൈർ ഖാലിസായിരിക്കും. അല്ലെങ്കിൽ റാജിഹായിരിക്കും, ഷർറുണ്ടാകും, പക്ഷേ ആ വസ്തുവിലുള്ള, ആ കൽപ്പനയിലുള്ള ഖൈറിനെ വെച്ച് നോക്കുമ്പോൾ ഷർറ് നന്നേ കുറഞ്ഞതായിരിക്കും. ഷർറിനേക്കാൾ ഖൈറായിരിക്കും ആ കൽപ്പനയിൽ ഉണ്ടാവുക. ശരി, അത്തരത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് നമുക്കുണ്ടായിരിക്കണം എന്ന് പറഞ്ഞ ഗുണമാണ് ക്ഷമ എന്ന് പറയുന്നത്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടൊരു അനുഗ്രഹമാണ് ക്ഷമിക്കാൻ സാധിക്കുക എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, അന്ന നാസൻ മിനൽ അൻസാർ സഅലു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഅതാഹും. അല്ലാഹുവിന്റെ റസൂൽ ഗനീമത്ത് ഭാഗം വെക്കുകയോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അൻസാരിയായ ചില സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്ക് നൽകണം എന്നാവശ്യപ്പെട്ടു. ഫഅഅതാഹും, അല്ലാഹുവിന്റെ റസൂൽ അവർക്ക് നൽകി. ثم سألوه فأعطاهم, അവർ വീണ്ടും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വീണ്ടും നൽകി. ثم سألوه فأعطاهم,
അള്ളാഹുവിൻ്റെ റസൂലിനോട് ഈ സഹാബാക്കൾ അൻസാരികളായ സഹാബാക്കൾ വീണ്ടും ഈ ഭാഗം വയ്ക്കുന്ന സ്വത്ത് അവർക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമത്തെ തവണയും അവർക്ക് നൽകി. ഹത്താ നഫദ മാ ഇൻദഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രത്തോളം വെച്ചാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുക്കലുള്ള സ്വത്തുക്കളൊക്കെ ഇവർക്ക് ഭാഗം വെച്ച് കഴിഞ്ഞു. അത്രത്തോളം ഇവർ അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യകൂനു ഇൻദി മിൻ ഖൈരിൻ ഫലൻ അദ്ഖിറഹു അൻകും. എൻ്റെ കയ്യിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ, എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ അതൊരിക്കലും ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മുൻകൂട്ടി വെക്കൂല. നമ്മൾ പലരും പിന്നെ നമുക്കായിട്ട് പലതും മാറ്റി വെക്കാറുണ്ട് ബാങ്കിലൊക്കെ. അല്ലാഹു റസൂൽ പറയാണ്, എന്തെങ്കിലും കാര്യം എൻ്റെ അടുക്കൽ ഉണ്ടെങ്കിൽ അത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കൂല. ഫലൻ അദ്ഖിറഹു അൻകും, നിങ്ങളെ തൊട്ട് എനിക്ക് മാത്രമായി ഞാൻ മാറ്റിവെക്കുകയില്ല. എന്നാൽ വമൻ യസ്തഅഫിഫ് യുഇഫുഹുല്ലാഹ്, ആരാണോ ഇഫ്ഫത്തോടുകൂടി ചാരിത്രത്തോടുകൂടി ജീവിക്കണമെന്ന് ഉദ്ദേശിക്കുന്നത്, അതിനുവേണ്ടി പ്രയത്നിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു തആല അവൻ അതിന് തൗഫീഖ് നൽകും. അവനെ ഇഫ്ഫത്തുള്ളവനായി ജീവിക്കാൻ റബ്ബ് സുബ്ഹാനഹു തആല അവനെ സഹായിക്കും. വമൻ യസ്തഗ്നി യുഗ്നിഹില്ലാഹ്, ആരാണോ നിരാശ്രയനായി മറ്റുള്ള ആളുകളെ അവരാശ്രയിക്കാതെ ജീവിക്കണം, സ്വയം പര്യാപ്തനായി ജീവിക്കണം എന്നാഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി പണിയെടുക്കുന്നത്, യുഗ്നിഹില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഐശ്വര്യം നൽകുന്നതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ്. ഒരിക്കലും നമ്മൾ മറ്റുള്ള ഒരാളിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ എപ്പോഴും നമ്മുടെ ആശ്രയം റബ്ബ് സുബ്ഹാനഹു വ തആലയിൽ മാത്രമായിരിക്കണം. അല്ലാത്ത പക്ഷം പല നിന്ദ്യതകളെയും പലതിനെയും പല ഖൈറുകളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് തടയുന്നതാണ്. അത്തരത്തിൽ സ്വയം പര്യാപ്തനായി ആളുകളൊന്നും ആശ്രയിക്കാതെ റബ്ബിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എളുപ്പം നൽകുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ യതസബ്ബർ യുസബ്ബിറുഹുല്ലാഹ്, ആരാണോ സബർ കൈക്കൊണ്ട് ജീവിക്കണം എന്നാഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി പണിയെടുക്കുന്നത്, യുസബ്ബിറുഹുല്ലാഹ്, അല്ലാഹു അവന് ക്ഷമ നൽകുന്നതാണ്. അതുകൊണ്ട് ആരും പറയാൻ പാടില്ല, ഞാൻ ജനിച്ചപ്പോൾ എങ്ങനെയാണ്, എൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അങ്ങനെയൊന്നും ആരും പറയാൻ പാടില്ല. വമൻ യതസബ്ബർ, ആരാണോ ക്ഷമയോടുകൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, അതിനുവേണ്ടി പ്രയത്നിക്കുന്നത്, യുസബ്ബിറുഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ക്ഷമ നൽകുന്നതാണ്. വമാ ഉഅതിയ അഹദുൻ അതാഅൻ ഖൈറൻ വഅവസഅ മിനസ് സബ്ർ, ക്ഷമയേക്കാൾ നല്ലതായ, ക്ഷമയേക്കാൾ വിശാലമായ ഒരു അനുഗ്രഹവും ഒരുവനും ലഭിച്ചിട്ടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ക്ഷമ എന്ന് നമുക്കറിയാം, അത് 3 ഇനമാണെന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 3 ഇനങ്ങളാണ് ക്ഷമ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് അസ്സബ്റു അല ത്വാഅത്തില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ട അവനോട് ചെയ്യേണ്ട ബാധ്യതകൾ, നന്മകൾ പ്രവർത്തിക്കുന്നതിൽ ക്ഷമ വേണം, നിർബന്ധമാണ്. ക്ഷമയില്ലാതെ നന്മകൾ ചെയ്യാൻ നമ്മെക്കൊണ്ട് സാധിക്കുകയില്ല. ഫജറിന് എഴുന്നേൽക്കാൻ ക്ഷമ വേണ്ടി വരും, നല്ല ഉറക്കമുണ്ടാകും. പോക്കറ്റിൽ നിന്ന് സദഖ കൊടുക്കാൻ ക്ഷമ വേണ്ടി വരും. അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത് നിർവഹിക്കാനുള്ള ക്ഷമയാണ് ക്ഷമങ്ങളുടെ 3 ഇനങ്ങളിൽ ഒന്നാമത്തേത്. അസ്സബ്റു അല ത്വാഅത്തില്ലാഹ്. രണ്ടാമത്തേത് അസ്സബ്റു അല മഅസിയത്തില്ലാഹ് ഔ അൻ മഅസിയത്തില്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങൾ അതിൽ നിന്ന് വിട്ടു നിൽക്കാനും ക്ഷമ അത്യാവശ്യമാണ്. ചിലപ്പോൾ ഹറാമുകൾ നമ്മെ തേടി വിളിക്കുന്നുണ്ടാകും, എല്ലാ മാർഗങ്ങളും നമുക്ക് ഒത്തുവന്നിട്ടുണ്ടാകും ഹറാമ് ചെയ്യാൻ. പക്ഷെ ക്ഷമ അനിവാര്യമാണ്. ആരോരും കാണാതിരിക്കുന്നുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലോചിച്ചുകൊണ്ട് ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ക്ഷമ നിർബന്ധമാണ്. രണ്ടാമത്തേത് അസ്സബ്റു അൻ മഅസിയത്തില്ലാഹ്. മൂന്നാമത്തേത് അസ്സബ്റു അല അഖ്ദാരില്ലാഹിൽ മുഅ്ലിമ, നമുക്ക് വേദനയുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന ദുരന്തങ്ങൾ അതിൽ ക്ഷമിക്കുക എന്നുള്ളത്. ഇത്തരത്തിൽ ക്ഷമയെ ഉലമാക്കൾ 3 വേർതിരിച്ചതായി കാണാം. രണ്ടാമത് അവർ പറയാറുണ്ട്, ക്ഷമ 2 തരത്തിലാണെന്ന് കൂടി പറയാറുണ്ട്. സബറുൻ ഇഖ്തിയാരി, സബറുൻ ഇത്റാരി. ഒന്നാമത്തെ സബറുൻ ഇഖ്തിയാരി, നമ്മൾ ഉദ്ദേശം കൊണ്ട് തിരഞ്ഞെടുക്കുന്ന ക്ഷമയാണത്. ഉദാഹരണത്തിന് നമ്മുടെ ജീവിതത്തിലെ വല്ല മുസീബത്തുകളും സംഭവിച്ചു, വല്ല പ്രയാസങ്ങളും ഉണ്ടായി. അതിൻ്റെ ആദ്യത്തിൽ പലപ്പോഴും പലർക്കും ക്ഷമിക്കാൻ സാധിക്കാറില്ല. അവിടെ ക്ഷമ ഇഖ്തിയാരിയാണ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ക്ഷമയാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറയാറ്, ക്ഷമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം പ്രതിഫലങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അത് സബറുൻ ഇഖ്തിയാരിന്റെ മുകളിലാണ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ക്ഷമയാണ്.
രണ്ടാമത്തെ സബറുൻ ഇത്റാരിയാണ്. ഉദാഹരണത്തിന് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരണപ്പെട്ടു. ആദ്യം നമുക്ക് വിഷമം ഉണ്ടാവും. പല ആളുകളും റബ്ബിനെ കുറിച്ചും അല്ലാതെയും പലതും പറയുന്നതായി കേൾക്കാം. എന്നാൽ 2-3 മാസം കഴിഞ്ഞാൽ അവൻ്റെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകുന്നുണ്ടാവും. അവൻ നിർബന്ധിതനാവുകയാണ് ക്ഷമിക്കാൻ വേണ്ടിയിട്ട്. ആദ്യത്തിൽ അവൻ ക്ഷമ തിരഞ്ഞെടുക്കണം. അത് നടന്നിട്ടില്ലെങ്കിൽ 2-3-4 മാസങ്ങൾ കഴിഞ്ഞാൽ അവൻ നിർബന്ധിതനായി ക്ഷമിക്കേണ്ട അവസ്ഥ വരും. അവിടെ ക്ഷമിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് തന്റെ മകൻ മരിച്ചപ്പോൾ കരഞ്ഞ് സ്ത്രീയോട് പോയി പറഞ്ഞത് സബ്റു ഇൻദ സദമത്തിൽ ഊല, സബ്ർ ഉണ്ടാവേണ്ടത് കാര്യങ്ങളുടെ ആദ്യത്തിലാണ്. അപ്പോൾ റബ്ബിനെ ആലോചിച്ചിട്ട് അപ്പോൾ നമ്മുടെ നഫ്സിനെ പിടിച്ചു വെക്കുമ്പോഴേ ക്ഷമയുടെ യാഥാർത്ഥ്യം അവിടെ സംഭവിക്കുന്നുള്ളൂ. ഇത്തരത്തിൽ ക്ഷമ 3 തരങ്ങളാണ്. അതിനുശേഷം ക്ഷമ 2 തരങ്ങളാണ്. ഇതിൽപ്പെട്ട ആ സഹോദരങ്ങളെ, നമ്മെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, നമ്മോട് വല്ല ആളുകളും അക്രമം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നാം സ്വീകരിക്കേണ്ടുന്ന ക്ഷമ, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമ്മൾ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? നമ്മൾ ഉപദ്രവിക്കപ്പെട്ടാലുള്ള അവസ്ഥയെക്കുറിച്ചാണ്. നമ്മൾ ഒരിക്കലും ഉപദ്രവിക്കുന്ന ആളുകളായി മാറേണ്ടവരല്ല മുസ്ലിമീങ്ങൾ. ഇതാരെക്കുറിച്ചാണ് പറയണത്? ഉപദ്രവിക്കാത്ത എന്നാൽ ഉപദ്രവിക്കപ്പെടുന്ന മുസ്ലിമിനെ കുറിച്ചാണ്. ഒരു മുസ്ലിം ഒരിക്കലും മനുഷ്യരെ ഉപദ്രവിക്കുന്നവനായി മാറരുത്. അതുകൊണ്ടല്ല അല്ലാഹു റസൂൽ പറഞ്ഞത് അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. മുസ്ലിം ഇസ്ലാമിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയവൻ ആരാണ്? മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. ആരുടെ നാവിൽ നിന്നും ആരുടെ കൈകളിൽ നിന്നുമാണോ മുസ്ലിമീങ്ങൾ രക്ഷപ്പെടുന്നത്, അവരുടെ സമ്പത്തും അവരുടെ അറാദുകളും അവരുടെ ദേഹങ്ങളും സലാമത്തിലാകുന്നത് അവനാണ് യഥാർത്ഥ മുസ്ലിം. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും ഉപദ്രവിക്കുന്ന ആളായി മാറരുത്. മുസ്ലിം എപ്പോഴും എളുപ്പമുണ്ടാക്കുന്നവനാണ്. അല്ലാഹു റസൂൽ പറഞ്ഞതുപോലെ ഇന്നമാ ബുഇസ്തും മുയസ്സിരീന ലാ മുഅസ്സിരീൻ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. മുസ്ലിമീങ്ങൾ നിയോഗിക്കപ്പെട്ടത് എളുപ്പം നൽകുന്നവരായിട്ടാണ്, പ്രയാസം സൃഷ്ടിക്കുന്നവരായിട്ടല്ല. അതുകൊണ്ട് ആളുകളെ കണ്ടാൽ നമ്മളെന്തോ പഠിച്ചിട്ടുണ്ട് എന്നുള്ള ദാർഷ്ട്യത്തിൽ നിൽക്കാൻ പാടില്ല. ചിരിക്കുന്ന സദഖയാണ്. അപ്പം ആളുകളോട് നമ്മൾ ആളുകൾക്ക് എളുപ്പം നൽകുന്നവരാകണം. അത്തരത്തിലുള്ള മുസ്ലിം അവൻ ഉപദ്രവിക്കപ്പെട്ടാൽ എങ്ങനെയാണ് അവന് ക്ഷമിക്കാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ സംസാരം. ഈ വിഷയത്തിൽ ഉപദ്രവിക്കപ്പെട്ടാലുള്ള ക്ഷമ അത് നമുക്ക് 3 ഇനങ്ങളിലേക്കും ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. കാരണം ഒരുവൻ ഉപദ്രവിക്കപ്പെട്ടാൽ അവന് 3-4 രീതി ഉപയോഗപ്പെടുത്താം. ഒന്നാമത്തേത്, എന്നെ അവൻ എങ്ങനെയാണോ ഉപദ്രവിച്ചത്, ആക്രമിച്ചത്, കൈകൊണ്ടാണെങ്കിൽ കൈകൊണ്ട്, നാവ് കൊണ്ടാണെങ്കിൽ നാവ് കൊണ്ട്, അതിനേക്കാൾ വലുത് എനിക്ക് അവനെ തിരിച്ചടിക്കുക, പ്രതികാരം തീർക്കുക. അത് ഹറാമാണ്, തഅദ്ദിയാണ്. അപ്പൊ അതിലെന്ത് വന്നു? അസ്സബ്റു അലാ മഅസിയത്തില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച കാര്യത്തെ തൊട്ടുള്ള ക്ഷമ വന്നു. രണ്ടാമത്തേത്, എനിക്ക് അവന് വേണമെങ്കിൽ വിട്ടുവീഴ്ച ചെയ്ത് നൽകാം. ഇതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ കൽപ്പിച്ചതാണ്. അവിടെ എന്ത് വന്നു? അസ്സബ്റു അലാ തഅത്തില്ലാഹ് വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് ചെയ്യാൻ വേണ്ടിയുള്ള ക്ഷമ വന്നു. മൂന്നാമത്തെ, എത്ര തന്നെ നമ്മൾ ക്ഷമിച്ചു കൊടുത്താലും മനസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ ക്ഷമിക്കുക എന്നുള്ളത്. അസ്സബ്റു അലാ അഖ്ദാരില്ലാഹി അൽ മുഅ്ലിമ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം അവിടത്തേക്ക് ഉപദ്രവങ്ങൾ വല്ലതും ഏൽപ്പിക്കപ്പെട്ടാൽ അവിടുന്ന് പറയുമായിരുന്നു, റഹിമല്ലാഹു മൂസ, റബ്ബ് സുബ്ഹാനഹു വ തആല മൂസയ്ക്ക് കാരുണ്യം നൽകട്ടെ, ലഖദ് ഊദിയ ബി അക്സറ മിൻ ഹാദാ ഫസബർ. ഇതിനേക്കാൾ വലുത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനേക്കാൾ വലുതായി ശക്തമായി ഉപദ്രവിക്കപ്പെട്ടിട്ടുണ്ട്. ഫസബറ, അങ്ങനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യവും. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിൽ നിന്ന് ഏറും അടിയും കൊണ്ട് ആട്ടി അകറ്റപ്പെട്ടപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ. അല്ലാഹുവേ, നീ എൻ്റെ ഖൗമിന്, എൻ്റെ സമുദായത്തിന് നീ പുറത്തു കൊടുക്കണം. ഫഇന്നഹും ലാ യഅലമൂൻ, കാരണം അവർ അറിവില്ലാത്തവരാണ്. അല്ലാഹുവിൻ്റെ റസൂല് അവിടുത്തെ മുഖത്ത് നിന്ന് രക്തം തുടച്ചുകൊണ്ടാണ് ഇത് പ്രാർത്ഥിക്കുന്നത്. വേണമെങ്കിൽ പ്രതികാരം സ്വീകരിക്കാമായിരുന്നു,
ജിബ്രീൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുൽ ജിബാൽ പർവ്വതത്തിന്റെ മലക്കുമായി വന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ ഒന്ന് അരുളിയാൽ മതി, അഖ്ശബാൻ, ഈ രണ്ട് പർവ്വതത്തിന്റെ ഇടയിൽ അവരെ നമുക്ക് നശിപ്പിക്കാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അവരിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബിനെ മാത്രം ആരാധിക്കുന്ന ഒരു സമുദായത്തെ കൊണ്ടുവരും എന്നാണ് ഞാൻ ആശിക്കുന്നത് എന്നാണ്. നോക്കൂ, ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുവേ നീ എൻ്റെ ഖൗമിന് പുറത്തു കൊടുക്കണം, കാരണം അവർ അറിവില്ലാത്തവരാണ് എന്ന് പറഞ്ഞതിൽ 3 കാര്യങ്ങൾ ഉൾപ്പെട്ടത്. ഒന്നാമത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് പുറത്തു നൽകി, അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് നൽകി. മാത്രമാണോ? അല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. റബ്ബേ, ഞെട്ടിപ്പോയോ? അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, റബ്ബേ നീ അവർക്ക് പുറത്തു കൊടുക്കണേ. മൂന്നാമത്തേത് വലിയ അറ്റിദാറുലഹും, അവർക്ക് എന്തോ ഒരു ഉസ്ർ കണ്ടെത്തി, എന്തെങ്കിലും ഉണ്ടായിരിക്കാം. ഫഇന്നഹും ലാ യഅലമൂൻ, അവർ അറിവില്ലാത്തവരാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഒഴിവ് കഴിവ് കണ്ടെത്തുകയും ചെയ്തു. 3 കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ ഇതിലൂടെ ഒരുമിപ്പിച്ചത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവിടെ നമുക്ക് 2 രൂപത്തിൽ അതിനെ നേരിടാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തേതാണ് ഏറ്റവും ഉത്തമമായത്, അൽ അഫു, പുറത്തു നൽകുക എന്നുള്ളത്. വൽ ഇഹ്സാൻ, അവരോട് നന്മ ചെയ്യുക എന്നുള്ളത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വ അൻ തഅഫു അഖറബു ലിത്തഖ്വ, നിങ്ങൾ പുറത്തു നൽകുന്നതാണ്, വിട്ടുവീഴ്ച ചെയ്ത് നൽകുന്നതാണ് തഖ്വയിലേക്ക് നിങ്ങൾ അടുപ്പിക്കുന്നത്. രണ്ടാമത്തേത്, അവർ എന്താണോ നമ്മോട് ചെയ്തത് അതുപോലെയുള്ള തിരിച്ചു ചെയ്യുക എന്നുള്ളത് മുബാഹായ കാര്യമാണ്, അനുവദനീയമായ കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ മെച്ചപ്പെട്ടത്, അതിനേക്കാൾ ഉത്തമമായത് പുറത്തു നൽകുക എന്നുള്ളതാണ്. അവർ എന്താണോ ചെയ്തത് അതുപോലെ തിരിച്ചു ചെയ്യുക എന്നുള്ളത് അദിലാണ്, നീതിയാണ്. ഈ 2 കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിയെ കൊണ്ടും നന്മ ചെയ്യുക എന്നതിനെ കൊണ്ടുമാണ് നിങ്ങളോട് കൽപ്പിക്കുന്നത്. നീതി എന്ന് വെച്ചാൽ എന്താ? അവരെന്താണോ നമ്മോട് ചെയ്തത് അതിന് പകരമായത് അതേ രൂപത്തിൽ തിരിച്ചു ചെയ്യുക എന്നുള്ളതാണ്. നന്മ ചെയ്യാന്ന് വെച്ചാൽ എന്താ? അവരെന്താണോ നമ്മോട് ചെയ്തത് അത് പുറത്തു നൽകുക, വിട്ടുവീഴ്ച ചെയ്ത് നൽകുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതും. അതുകൊണ്ട് സഹോദരങ്ങൾ, ഈ കാര്യങ്ങൾ പഠിക്കണം. നാം നേരത്തെ പറഞ്ഞതുപോലെ ദുനിയാവ് ഒരിക്കലും ഖൈർ മാത്രം തരുന്നൊരു ഭവനമൊന്നുമല്ല. ആളുകൾ പല സ്വഭാവത്തിലാണ്. എല്ലാവരും നല്ലത് മാത്രം സംസാരിക്കുന്നവരും നല്ലത് മാത്രം ചെയ്യുന്നവരൊന്നുമല്ല. പലരും നമ്മെ ഉപദ്രവിക്കും. ആ ഉപദ്രവം ചിലപ്പോൾ ദീനിന്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ ദുനിയാവിന്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിലായിരിക്കാം, കുടുംബജീവിതത്തിലായിരിക്കാം, സമ്പത്തിന്റെ പേരിലായിരിക്കാം. ഏത് മാർഗത്തിലൂടെയും ആണെങ്കിലും എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലൊക്കെ ഉപദ്രവങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരായിരിക്കും നമ്മൾ. ഇങ്ങനെ ഉപദ്രവങ്ങൾ ഏൽപ്പിക്കപ്പെട്ടാൽ, ആക്രമിക്കപ്പെട്ടാൽ എങ്ങനെയാണ് ഞാൻ ക്ഷമിക്കുക? പലപ്പോഴും അത് വളരെ പ്രയാസപ്പെട്ട കാര്യമാണത്. കാരണം മനസ്സിൽ കിടന്നിങ്ങനെ കത്തും, എങ്ങനെയെങ്കിലും ഓരോ പ്രതികാരം ചെയ്യണം. എന്നാൽ ആ സമയത്ത് എങ്ങനെയാണ് ക്ഷമിക്കാൻ സാധിക്കുക? അങ്ങനെ നമ്മെ ക്ഷമിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നമുക്ക് പരിചയപ്പെടുത്തി നൽകുന്നത്. ശൈഖുൽ ഇസ്ലാം ഈ കാര്യത്തിലാകട്ടെ വളരെ ഉത്തമമായ മാതൃകയുമാണ്. അശാഇറത്തിന്റെ ഉലമാക്കൾ, അശാഇറത്തിന്റെ പണ്ഡിതന്മാർ പറയാൻ സാധിക്കാത്തത്ര ശൈഖുൽ ഇസ്ലാമിനെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നിട്ട് കൂടി അതിനുശേഷം ശൈഖുൽ ഇസ്ലാമിന്റെ കാര്യങ്ങളെല്ലാം എളുപ്പമായപ്പോഴും ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അവർക്കെതിരിൽ നടപടികൾ സ്വീകരിച്ചിട്ടില്ല. അവർക്ക് എത്ര എളുപ്പം നൽകാൻ സാധിക്കുമോ അത്ര എളുപ്പം നൽകിയ ആളാണ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. അപ്പോൾ നമ്മൾ റിസാല വായിക്കാൻ പോവാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്ക് നിങ്ങൾക്കൊക്കെ സഹായവും തൗഫീഖും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹം പറഞ്ഞു, യുഈനുൽ അബ്ദ അലാ ഹാദാ സബ്രി ഇദ്ദതു അഷ്യാ, ഇങ്ങനെ ഉപദ്രവങ്ങൾ ഏൽപ്പിക്കപ്പെട്ടാൽ അതിൽ ഒരു അടിമ ക്ഷമിക്കാൻ അവനെ സഹായിക്കുന്ന കാര്യങ്ങൾ അനേകമാണ്. 20 എണ്ണത്തോളം ശൈഖുൽ ഇസ്ലാം എണ്ണി തരുന്നുണ്ട്. അഹദുഹ, ഒന്നാമത്തേത്, അൻ യശ്ഹദ അന്നല്ലാഹ ഖാലിഖു അഫ്ആലിൽ ഇബാദ്, അവനവന്റെ മനസ്സിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തണം, അവനവന്റെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അന്നല്ലാഹ ഖാലിഖു അഫ്ആലിൽ ഇബാദ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അടിമകളുടെ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നവൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, വല്ലാഹു ഖലഖക്കും വമാ തഅമലൂൻ, അല്ലാഹുവാണ് നിങ്ങളെയും പഠിച്ചത്, നിങ്ങളുടെ പ്രവർത്തനങ്ങളെയും പഠിച്ചത്. ഹറകാതിഹിം വസകനാതിഹിം വഇറാദാതിഹിം,
അവരുടെ അനക്കങ്ങൾ, അവരുടെ അടക്കങ്ങൾ, അവരുടെ മനസ്സിന്റെ ഉള്ളിലെ വിചാരങ്ങൾ, തോന്നലുകൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പടക്കുന്നവൻ. ഫമാ ശാ അല്ലാഹു കാന, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നടപ്പിലാകും. വമാ ലം യശ ലം യകുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തൊന്ന് നടക്കണമെന്ന് വിചാരിച്ചിട്ടില്ലയോ അത് നടക്കുകയുമില്ല. فلا يتحرك في العالم العلوي والسفلي ذرة إلا بإذنه ومشيئته. ഉപരിലോകത്താകട്ടെ ഭൂമിയിലാകട്ടെ ഒരു ദർറത്ത് പോലും, ഒരു അണുമണി തൂക്കം പോലും അനങ്ങുന്നില്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുവാദത്തിനും അവന്റെ ഉദ്ദേശത്തിനും ശേഷം മാത്രമല്ലാതെ. ഫൽഇബാദു ആലഹ, അടിമകൾ, സൃഷ്ടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം ടൂൾസുകൾ പോലെയാണ്. നമ്മൾ അപ്പോൾ മുറിക്കാൻ എന്താ ഉപയോഗിക്കുക? കത്തി, ടൂൾസ്. അതുപോലെയാണ് സൃഷ്ടികൾ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക്. ഫൻദുർ ഇലല്ലദി സല്ലതഹും അലൈക വലാ തൻദുർ ഇലാ ഫിഅലിഹിം ബിക. നീ നോക്കേണ്ടത് ഇവരെ നിനക്കെതിൽ തിരിച്ചുവിട്ടവൻ ആരാണ് എന്നതിലേക്കാണ്. അതാരാണ്? റബ്ബ് സുബ്ഹാനഹു വ തആല. പകരം എന്താണ് അവരെ ഇത് ചെയ്യിപ്പിച്ചത്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് അവർ ഇപ്രകാരം എന്നെ ഉപദ്രവിച്ചത് എന്നതിലേക്കല്ല നീ ചിന്തിക്കേണ്ടത്. തസ്തരീഉ മിനൽ ഹമ്മി വൽ ഗം, പ്രയാസങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും നീ അങ്ങനെ നിനക്ക് ശാന്തത ലഭിക്കുന്നതാണ്. ഇതാലോചിച്ചു കഴിഞ്ഞാൽ ഒരുവിധം നമ്മുടെ ഉള്ളിലുള്ള പ്രതികാരത്തോടുള്ള ആശയും പകയൊക്കെ ഒരുവിധം ഇത് കെടുത്തും. കാരണം അവരെ തിരിച്ചുവിട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയാകട്ടെ അവനവന്റെ പ്രവർത്തനങ്ങളിൽ ഹക്കീമാണ്, അവനവന്റെ പ്രവർത്തനങ്ങളിൽ യുക്തിയുള്ളവനാണ്. അവൻ എന്തൊന്ന് ചെയ്യുന്നുവോ അതിന് പിന്നിൽ അവന് ഹിക്മത്തുണ്ട്, റബ്ബിന് യുക്തിയുണ്ട്. പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം ചിലപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഇവനെ നമുക്കതിൽ തിരിച്ചുവിട്ടത്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി പറയുന്നു, ഇമ്മാൻ യകൂന ഗഫല വശറദ അൻ ബാബില്ലാഹ്, ഒരുപക്ഷെ ഇവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തൊട്ട് അശ്രദ്ധയിലായിട്ടുണ്ടാകും, റബ്ബിനെ മറന്ന അവസ്ഥയിലായിരിക്കും. ഫയറുദ്ദുഹു അല്ലാഹു ഇലാ ബാബി, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ വാതിലിലേക്ക് ഇവനെ ഇത് മുഖേന ക്ഷണിക്കും. ഒരുപാട് ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ചില ഉപദ്രവങ്ങൾ സംഭവിക്കുമ്പോഴാണ് അവൻ റബ്ബിനെ ഓർമ്മ വരിക. കാരണം ഈ ഉപദ്രവത്തെ നേരിടാൻ അവന്റെ കയ്യിൽ കഴിവില്ല എന്നവൻ മനസ്സിലാക്കി. അങ്ങനെ അവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങുന്ന അവസ്ഥ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. വഇമ്മാ അൻ യകൂന അലമ്മ ബിസയ്യിആത്തിൻ ഫതുക്ഫറു സയ്യിആതുഹു, അല്ലെങ്കിൽ ഒരുപാട് തിന്മകൾ അവന്റെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടാകും. ആ തിന്മകളെ മായ്ക്കുന്ന നന്മകൾ അവന്റെ കയ്യിൽ ഉണ്ടാവുകയില്ല. അതിന് റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അവൻ തൗബയെ ചോദിച്ചിട്ടുണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ള ആളുകളെ കൊണ്ട് ഇവനെ ഉപദ്രവം ഉണ്ടാക്കിപ്പിക്കും. എന്തിനാണ്? ആ ഉപദ്രവം മുഖേന ഫതുക്ഫറു സയ്യിആതുഹു, അവന്റെ പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും. അല്ലേ? വല ഷൗക്കതൻ യുശാകുഹ, അവനെ കുത്തുന്നൊരു മുള്ളു പോലും വെറുതെ ആവുകയില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ആളുകൾ ചെയ്യുന്ന പ്രയാസങ്ങളും ഉപദ്രവങ്ങളും നമ്മുടെ തിന്മകൾ മായ്ക്കാതിരിക്കുക? ശൈഖുൽ ഇസ്ലാം തന്നെ പറഞ്ഞതായി കാണാം, ഖിയാമത്ത് നാളിൽ എത്തി നിൽക്കുമ്പോൾ ഒരു അടിമ കാണുക, അവന്റെ തിന്മകളിൽ ധാരാളം മായ്ച്ചിട്ടുണ്ടാവുക, അവന്റെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഒന്നെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയെ തൊട്ട് അശ്രദ്ധയിലായിരുന്നവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉപദ്രവത്തിലൂടെ അവനെ റബ്ബിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. അതല്ലെങ്കിൽ ഇവന്റെ പക്കൽ നിന്ന് വന്നുപോയ തിന്മകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മുഖേന പുറത്തു നൽകുകയാണ്, വിട്ടുവീഴ്ച ചെയ്ത് നൽകുകയാണ്. വഇമ്മാ അൻ യകൂന അല്ലാഹു അറാദ ബിഹി മൻസിലതൻ ഫിൽ ജന്ന, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ ഇവനൊരു പദവി ഉദ്ദേശിച്ചിട്ടുണ്ട്. ആ പദവിയിലേക്ക് അവനവന്റെ അമലുകൾ കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അങ്ങനെ ഈ വക ആളുകൾ ഇവനെ ഉപദ്രവിക്കും, അവനതിൽ ക്ഷമിക്കും, അവൻ ആ പദവിയിലേക്ക് ഉയരുകയും ചെയ്യും സ്വർഗത്തിൽ. അപ്പൊ എപ്പോഴും ഒരു മുഅ്മിൻ ചിന്തിക്കേണ്ടത് അവനുണ്ടാകുന്ന പരീക്ഷണങ്ങളെ എങ്ങനെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ സാധിക്കും എന്നതിലേക്കാണ്. ഫയൻദുറു ഇലാ മാ ഫിൽ മിഹ്നതി മിനൽ മിൻഹതി വന്നിഅമ, അവനുള്ള പരീക്ഷണങ്ങൾ എങ്ങനെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ സാധിക്കും എന്നതിലേക്കാണ് ഒരു മുഅ്മിൻ ചിന്തിക്കേണ്ടത്. വൈൻ അസാബത്ഹു ദർറാ സബറ, അവന് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ അവനെ ബാധിച്ചു കഴിഞ്ഞാൽ സബറ, അവൻ ക്ഷമിക്കും. അതുകൊണ്ട് ഈ ഉപദ്രവത്തിൽ ക്ഷമിക്കുക എന്നതിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പ് ആ റബ്ബിനെ കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിച്ചത് കൊണ്ടാണ് ഇവൻ എന്നെ ഉപദ്രവിച്ചത്.
എന്നത് ചിന്തിക്കുക എന്നുള്ളതാണ്. ഇവിടെ ശൈഖുൽ ഇസ്ലാം ഫൽ ഇബാദു ആല എന്ന് പറഞ്ഞു, ഇബാദുകൾ ടൂൾസ് പോലെയാണെന്ന് പറഞ്ഞു. അതൊരിക്കലും സൃഷ്ടികൾക്ക് അവരുടേതായ ഉദ്ദേശങ്ങളില്ല എന്നല്ല സൂചിപ്പിക്കുന്നത്. കാരണം അബുൽ ഹസൻ അൽ അശ്അരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന് പ്രകാരമുള്ള വാദങ്ങൾ ഉണ്ടായിരുന്നു എന്ന അഭിപ്രായമുണ്ട്. സൃഷ്ടികൾക്ക് അവരുടേതായ ഉദ്ദേശങ്ങളില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അതേ അവർ ചെയ്യുകയുള്ളൂ എന്ന ജബരിയാക്കളുടെ വാദമല്ല ഇവിടെ ഉദ്ദേശിച്ചത്. പകരം നമ്മൾ എത്ര തന്നെ ഉദ്ദേശിച്ചാലും അവസാനം നടക്കുക റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഉദ്ദേശമാണ്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. നിങ്ങൾ എന്തൊന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതിന് ശേഷമാണ്. രണ്ടാമത്തേത് അദ്ദേഹം പറഞ്ഞു, രണ്ടാമത്തേത് അൻ യശ്ഹദ ദുനൂബഹു, അവന്റെ പാപങ്ങളെ സംബന്ധിച്ച് ബോധ്യമുള്ളവനാകണം. അവൻ തന്റെ പാപങ്ങളിലേക്ക് നോക്കണം. വഅന്ന അല്ലാഹ ഇന്നമാ സല്ലതഹും അലൈഹി ബിദംബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവനെതിരിൽ തിരിച്ചുവിട്ടത് അവന്റെ പാപങ്ങൾ നിമിത്തമാണ്. കമാ ഖാല തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, വമാ അസാബകും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദീകും, നിങ്ങൾ എന്തൊരു മുസീബത്ത് ബാധിക്കുന്നുണ്ടോ, എന്തൊരു പ്രശ്നം ബാധിക്കുന്നുണ്ടോ, ഫബിമാ കസബത് ഐദീകും, അത് നിങ്ങളുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തമാണ്. വയഅഫു അൻ കസീർ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകട്ടെ ധാരാളം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. ഇത് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ടുന്ന ആയത്താണ്. വയഅഫു അൻ കസീർ, ധാരാളം അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്. എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന തിന്മകളിൽ ചിലതിന്റെ അനന്തരഫലം മാത്രമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങാൻ നമ്മൾ ചെയ്യുന്ന തിന്മകളെ കൊണ്ട് അപ്പപ്പോൾ നമുക്ക് ശിക്ഷ നൽകുക, അപ്പപ്പോഴാണ് റബ്ബ് സുബ്ഹാനഹു ശിക്ഷ നൽകുന്നത് എന്നായിരുന്നെങ്കിൽ ആരാണ് ഇവിടെ ബാക്കിയാവുക? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നതായി കാണാം, ലൗല ഹിൽമുല്ലാഹി വ അഫുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അവധാനതയും അവന്റെ മാപ്പും ഇല്ലായിരുന്നുവെങ്കിൽ ആകാശം പ്രകമ്പനം കൊണ്ട് അത് ഉതിർന്ന് വീണേനെ, ഭൂമി അതും അപ്രകാരം തന്നെ പ്രകമ്പനം കൊണ്ടേനെ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ചിലതിന്റെ അനന്തരഫലങ്ങൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്നത്. വയഅഫു അൻ കസീർ, ധാരാളം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് മാപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇദാ ഷഹിദൽ അബ്ദു അന്ന ജമീഅ മാ യനാലുഹു മിനൽ മക്റൂഹി ഫസബബുഹു ദുനൂബുഹു, അങ്ങനെ പ്രകാരം അടിമ തന്റെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്, എന്നെ ബാധിക്കുന്ന എന്തെല്ലാം വിപത്തുകളുണ്ടോ അതെല്ലാം എൻ്റെ പാപങ്ങൾ നിമിത്തമാണ് എന്നൊരടിമ തന്റെ മനസ്സിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയാൽ, ഇഷ്തഗല ബിത്തൗബതി വൽ ഇസ്തിഗ്ഫാർ മിനൽ ദുനൂബ് അല്ലതി സല്ലതഹും അലൈഹി ബിസബബിഹാ അൻ ദമ്മിഹിം വലൗമിഹിം വൽ വഖിഅതി ഫീഹിം. അവൻ എന്താ ചെയ്യുക? അങ്ങനെ ഒരു അടിമ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവനെ ഉപദ്രവിച്ചവരുടെ നേരെ ശാപവാക്കുകളും അവർ ആക്ഷേപിക്കുന്നതിൽ നിന്നും തിരിഞ്ഞിട്ട് അവൻ തന്റെ നഫ്സുമായിട്ടാണ് തിരക്കിലാവുക. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തൗബയെ ചോദിക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്തിഗ്ഫാറിനെ തേടും. അങ്ങനെയാണ് ഒരു അടിമ തന്റെ പാപങ്ങൾ നിമിത്തമാണ് ഇതെല്ലാം വന്നു ഭവിച്ചതെന്ന് മനസ്സിലാക്കിയാൽ അവൻ ചെയ്യുക. വൈദാ റഅയ്തൽ അബ്ദ, എന്നിട്ട് അദ്ദേഹം പറയാണ്, വൈദാ റഅയ്തൽ അബ്ദ, നീ ഒരു അടിമയെ കാണുകയാണ്, നീ ഒരു മനുഷ്യനെ കാണുകയാണ്, യഖഉ ഫിന്നാസി ഇദാ അദൂഹു, അവനെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഈ ഉപദ്രവിച്ചവന് നേരെ ആക്ഷേപങ്ങളും ശാപവാക്കുകളുമായി അവൻ തിരിയുന്നതായി നീ കണ്ടു കഴിഞ്ഞാൽ, വലാ യർജിഉ ഇലാ നഫ്സിഹി ബില്ലൗമി വൽ ഇസ്തിഗ്ഫാർ, അവൻ തന്നെ പഴിചാരുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പാപമോചനത്തെ ചോദിക്കുന്നില്ല. ഇങ്ങനൊരു അവസ്ഥയിൽ നീ ഒരു അടിമയെ കണ്ടാൽ ഫഅലം, നീ മനസ്സിലാക്കണം, അന്ന മുസീബതഹു മുസീബത്തുൻ ഹഖീഖിയ്യ, അവന്റേതാണ് യഥാർത്ഥ മുസീബത്ത്. അവന് വന്നു ഭവിച്ചത് പ്രശ്നം തന്നെയാണ്, അത് നിഅമത്തൊന്നുമല്ല. വൈദാ താബ വസ്തഗ്ഫറ, എന്നാൽ അടിമ അങ്ങനെയല്ല ചെയ്യുന്നത്. അവൻ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിച്ചു മടങ്ങുകയാണ്. അവൻ മനസ്സിലാക്കുന്നു, ഇവരെന്നെ ഉപദ്രവിച്ചതിന്റെ കാരണം ഞാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ചതിന് കാരണമായിക്കൊണ്ടാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ വൈദാ താബ വസ്തഗ്ഫറ, അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് അവൻ ഖേദിച്ചു മടങ്ങിയാൽ, വഖാല, എന്നിട്ട് അവൻ പറയുകയാണ്, ഹാദാ ബിദുനൂബി, ഇതെന്റെ പാപങ്ങൾ നിമിത്തമാണ് എന്നവൻ പറയുകയും ചെയ്താൽ, സാറത് ഫി ഹഖ്ഖിഹി നിഅമ, അവന്റെ കാര്യത്തിൽ ഈ ഉപദ്രവങ്ങൾ നിഅമത്തായിട്ടാണ് മാറിയത്, അനുഗ്രഹങ്ങളായിട്ടാണ് മാറിയത്. ഖാല അലി ഇബ്നു അബി ത്വാലിബ്
അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ യർജഉന്ന അബ്ദുൻ ഇല്ലാ റബ്ബഹ്, ഒരടിമ തന്റെ റബ്ബിനെ അല്ലാതെ പ്രതീക്ഷിക്കരുത്. ഒരടിമ അവന്റെ പ്രതീക്ഷകൾ അർപ്പിക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രമാണ്. വലാ യഖാഫന്ന അബ്ദുൻ ഇല്ലാ ദംബഹ്, ഒരടിമ തന്റെ പാപങ്ങളെ അല്ലാതെ ഭയപ്പെടുകയും ചെയ്യരുത്. പലപ്പോഴും നമുക്കിത് മനസ്സിലാവണമെന്നില്ല. കാരണം നമ്മൾ ഒരുപാട് തിന്മകൾ ചെയ്തു പോയിരിക്കുന്നു. പലതും നമുക്ക് ഓർമ്മയില്ല, പലതും ചെറുതാണ്, പലതും വലുതാണ്, പലതും നമ്മൾ തന്നെ മറന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അനന്തരഫലം എപ്പോഴാണ് കാണുക എന്നുള്ളത് പറയാൻ സാധിക്കുകയില്ല. ഇബ്നുൽ ഖയ്യിമും ഇബ്നു ജൗസി റഹിമഹുള്ള ഇവരെല്ലാം പറയുന്നതായി ഒരു കഥ പറയുന്നതായി കേൾക്കാം. നിങ്ങൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടാകും. ഒരു വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ ഷെയ്ഖിൻ്റെ മജ്ലിസിരിക്കുന്ന സന്ദർഭത്തിൽ എന്തോ പാടില്ലാത്ത ഒരു പിക്ചറിലേക്ക്, ഒരു കാര്യത്തിലേക്ക് അവൻ നോക്കി, ഹറാമായ കാര്യത്തിലേക്ക്. അങ്ങനെ ഷെയ്ഖ് വന്നിട്ട് ഇവന്റെ മജ്ലിസിലേക്ക് വരുമ്പോൾ ഇവനെ കാണുന്നത് ഇവൻ ഹറാമായതിലേക്ക് നോക്കുന്ന അവസ്ഥയിലാണ്. അങ്ങനെ ഷെയ്ഖ് ഇവനോട് പറഞ്ഞു, എങ്ങനെ പോയി കഴിഞ്ഞാലും ലതറയന്ന അഥറ ഹാദ ദംബി വലൗ ബഅദ ഹീൻ, കുറച്ചു കാലം കഴിഞ്ഞിട്ടാണെങ്കിലും നീ ഈ ചെയ്ത തിന്മയുടെ അനന്തരഫലം നീ കാണുക തന്നെ ചെയ്യും. അങ്ങനെ വിദ്യാർത്ഥി പറയുകയാണ്, 40ഓളം വർഷങ്ങൾ കഴിഞ്ഞു. ഒരു പ്രഭാതത്തിലേക്ക് എഴുന്നേറ്റത്തിന് ശേഷം അവൻ ഖുർആൻ ഫുള്ള് ഹിഫ്ളുണ്ടായിരുന്ന വ്യക്തിയാണ്. ഖുർആനിന്റെ ഒരു ഹർഫ് പോലും പാരായണം ചെയ്യാത്തവനായി അവൻ മാറി എന്നുള്ളത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പുറത്തു നൽകുമാറാകട്ടെ. നമ്മുടെ തിന്മകളെക്കുറിച്ച് ആലോചിക്കാനിട്ടാണ് നമുക്ക് പേടി വരാത്തത്. തിന്മകളെക്കുറിച്ച് ആലോചിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്താൽ ആർക്കാണ് അറിയാതിരിക്കാൻ സാധിക്കുക? ആർക്കാണ് റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങാതിരിക്കാൻ സാധിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. വറുബിയ അൻഹു അൻ ഗൈരിഹി, അദ്ദേഹത്തിൽ നിന്നും അലി ഇബ്നു അബി ത്വാലിബിൽ നിന്നും അവരല്ലാത്തവരിൽ നിന്നും ഇപ്രകാരം കൂടി വന്നതായി കാണാം. വമാ നസല ബലാഉൻ ഇല്ലാ ബിദംബിൻ, എന്തൊരു മുസീബത്ത് ഇറങ്ങുന്നുണ്ടോ, എന്തൊരു പരീക്ഷണം ഇറങ്ങുന്നുണ്ടോ, ഇല്ലാ ബിദംബിൻ, അതെല്ലാം അടിമ ചെയ്ത തിന്മകൾ നിമിത്തമാണ്. വലാ റുഫിഅ ഇല്ലാ ബിതൗബത്തിൻ, ആ പരീക്ഷണമൊന്നും ഉയർത്തപ്പെടുന്നില്ല ഇല്ലാ ബിതൗബത്തിൻ, തൗബ കൊണ്ടല്ലാതെ, റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഖേദിച്ച് മടങ്ങിക്കൊണ്ടല്ലാതെ. അതുകൊണ്ട് നമ്മ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ, നമ്മളോട് ആരെങ്കിലും അക്രമം കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയേണ്ടത് അൽഹംദുലില്ലാ എന്നാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വല്ല നന്മയും ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നമ്മുടെ നഫ്സിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പാപമോചനം തേടുകയും ചെയ്യുക. മൂന്നാമത്തേത് അൻ യശ്ഹദൽ അബ്ദു ഹുസ്ന സവാബി അല്ലദി വഅദഹു അല്ലാഹു ലിമൻ അഫാ വസബറ, ഇവൻ ചെയ്ത ഉപദ്രവത്തിന് അതിന് ക്ഷമിക്കുകയും അവന് വിട്ടുവീഴ്ച ചെയ്ത് നൽകുകയും ചെയ്താൽ അതിന് പകരമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുന്ന മഹത്തായ പ്രതിഫലത്തെ സംബന്ധിച്ച് അവൻ ബോധ്യമുള്ളവനായിരിക്കുക എന്നുള്ളതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ, ആരാണ് ഒരു തിന്മ പ്രവർത്തിച്ചത് അവന്റെ പ്രതിഫലം തിരിച്ചങ്ങോട്ടും തിന്മ ചെയ്യുക എന്നുള്ളതാണ്. അവന് ന്യായമായി ലഭിക്കേണ്ടത്, അവൻ നീതിപൂർവ്വം ലഭിക്കേണ്ടത്, അവൻ എന്താണോ നമ്മോട് ചെയ്തത് അത് തന്നെ തിരിച്ചും അവനോട് ചെയ്യപ്പെടുക എന്നുള്ളതാണ്. ഫമൻ അഫാ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, എന്നാൽ ആരെങ്കിലും വിട്ടുവീഴ്ച ചെയ്യുകയും ആ കാര്യത്തെ നന്നാക്കുകയും ചെയ്താൽ ഫഅജ്റുഹു അലല്ലാഹ്, അവന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തിരിക്കുന്നു. ഇന്നഹു ലാ യുഹിബ്ബുൽ ളാലിമീൻ, റബ്ബ് സുബ്ഹാനഹു വ തആല ദുൽമ ചെയ്യുന്നവരെ, അക്രമം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നതല്ല. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ 3 തരക്കാരായി തിരിക്കുകയാണ്. ഒരുവനോട് ഉപദ്രവം ചെയ്യപ്പെട്ടാൽ ആ ഉപദ്രവം ചെയ്യപ്പെട്ടവനെ അല്ലെങ്കിൽ ഉപദ്രവം ചെയ്യപ്പെടുന്നവരെ 3 തരക്കാരായി തിരിക്കുകയാണ്. ഒന്നാമത്തേത് നീതിപൂർവം അവൻ എന്താണോ എന്നോട് ചെയ്തത് അത് തന്നെ തിരിച്ചു ചെയ്യുക. രണ്ടാമത്തേത് അവൻ എന്താണോ എന്നോട് ചെയ്തത് അതവന് പുറത്തു നൽകുകയും അവനുമായുള്ള ബന്ധം നന്നാക്കുകയും ചെയ്യുക. ഇവരെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഅജ്റുഹു അലല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പ്രതിഫലം ഏറ്റെടുത്തിരിക്കുന്നു. എത്രയെന്ന് പറഞ്ഞിട്ടില്ല. മൂന്നാമത്തേത് തിരിച്ചങ്ങോട്ട് അക്രമം കാണിക്കുക, അവർ ചെയ്തതിനേക്കാൾ അധികം തിരിച്ചങ്ങോട്ട് അക്രമം കാണിക്കുക, അവരെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതുമല്ല.
എന്ന് ഷെയ്ഖ് പറഞ്ഞു. വലമ്മ കാന الناس عند مقابلة الأذى ഈ പറഞ്ഞതുപോലെ ഷെയ്ഖ് മൂന്നായി വേർതിരിച്ചു. അതുപോലെ തന്നെ വയശ്ഹദു നിദാ അൽ മുനാദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഇപ്രകാരം ഒരുവൻ വിളിക്കും. ഖിയാമത്ത് നാളിൽ ആളുകളെല്ലാം കൂടിയിരിക്കുന്ന സമയത്ത് അവിടെ നിന്ന് വിളിക്കുന്ന ഒരു വ്യക്തി ഇപ്രകാരം വിളിക്കും എന്നും അവന്റെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അലാ ലിയഖും മൻ വജബ അജ്റുഹു അലല്ലാഹ്, ആരുടെ മേലാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പ്രതിഫലം ഏറ്റെടുത്തത് അവർ എഴുന്നേറ്റ് മുന്നോട്ട് വരിക എന്നൊരുവൻ വിളിച്ചു പറയും എന്നതും അവന്റെ മനസ്സിനെ പറഞ്ഞപ്പോൾ ബോധ്യപ്പെടുത്തണം. ഫലാ യഖും ഇല്ലാ മൻ അഫാ വസ്ലഹ, ആ സമയത്ത് ആരാണോ വിട്ടുവീഴ്ച ചെയ്ത് നൽകിയത് അവർ മാത്രമേ എഴുന്നേൽക്കുകയുള്ളൂ എന്ന് ഹദീസിൽ വന്നതായി കാണാം. പക്ഷെ ഹദീസിന്റെ സനദിൽ കലാമുണ്ട്, ഹദീസ് സഹീഹല്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ആയത്ത് തന്നെ മതിയായതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുവന്റെ പ്രതിഫലം ഏറ്റെടുത്തെന്ന് പറഞ്ഞാൽ അവൻ പിന്നെ ആരെ പേടിക്കേണ്ടത്? സാധാരണ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോ പ്രവർത്തനത്തിനും ഇത്ര പ്രതിഫലം നിശ്ചയിക്കാറുണ്ട്. പക്ഷെ പല പ്രവർത്തനങ്ങൾക്കും സബർ പോലെയുള്ള പ്രവർത്തനങ്ങൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫഅജ്റുഹു അലല്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ പ്രതിഫലം ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ്. അപ്പൊ ഇങ്ങനെയാകുമ്പോൾ മൂന്നാമതായിക്കൊണ്ട് നാം ചിന്തിക്കേണ്ടത് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന ഈ പ്രതിഫലത്തെ സംബന്ധിച്ചാണ്. അറാബിഉ, നാലാമത്തേത് അൻ യശ്ഹദ, അവന്റെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. അന്നഹു ഇദാ അഫാ വ അഹ്സന, അവൻ വിട്ടുവീഴ്ച ചെയ്ത് നൽകിയാൽ ഔറസഹു ദാലിക മിൻ സലാമത്തിൽ ഖൽബി ലിഇഖ്വാനിഹി വനഖാഇഹി മിനൽ ഗിശ്ശി വൽ ഗില്ലി വതലബിൽ ഇന്തിഖാമി വഇറാദത്തി ശർ, അവന്റെ സഹോദരങ്ങളെ കൊണ്ട് അവന്റെ മനസ്സിനെ ശുദ്ധമാക്കി തീർക്കും. അവരോട് അവരോട് അവന്റെ മനസ്സിൽ വെറുപ്പുണ്ടാവുകയില്ല, വിദ്വേഷം ഉണ്ടാവുകയില്ല, അവരോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം എന്ന തോന്നലുകൾ അവന്റെ മനസ്സിൽ ഉണ്ടാവുകയില്ല. وحصل له من حلاوة العفو ما يزيد لذته ومنفعته عاجلا وآجلا على المنفعة الحاصلة له بالانتقام ضعافا مضاعفا. അവൻ അപ്പോൾ പ്രതികാരം ചെയ്തു കഴിഞ്ഞാൽ അവന് ലഭിക്കുന്ന ഒരു ആസ്വാദനം ഉണ്ടല്ലോ, അതിനേക്കാൾ എത്രയോ വലുതായിട്ട് ഈ ആസ്വാദനത്തെ അവന് കാണാൻ സാധിക്കും. ആജിലൻ വ ആജില, ആ സമയത്തും അവന് കാണാൻ സാധിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയും അവനത് കാണാൻ സാധിക്കും. പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിന് സലാമത്ത് ഉണ്ടാവും, മനസ്സിനൊരു സുഖം ഉണ്ടാവും. വയദ്ഖുലു ഫീ ഖൗലിഹി തആല, അവൻ അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറഞ്ഞ ആളുകളുടെ കൂട്ടത്തിൽ പ്രവേശിക്കും. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാൻ ചെയ്യുന്നവരെ, നന്മ ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നു. ഫയസീറു മഹ്ബൂബൻ ലില്ലാഹ്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ളവനായി തീരും. വയസീറു ഹാലുഹു, അവന്റെ അവസ്ഥ എപ്രകാരമാണ് മാറുന്നത്? ഹാല മൻ ഉഖിദ മിൻഹു ദിർഹമുൻ ഫഉവിദ അലൈഹി ഉലൂഫൻ മിന ദനാനീർ, ഒരുവന്റെ അടുക്കൽ നിന്ന് ആരെങ്കിലും ഒരു ദിനാർ തട്ടിപ്പറിക്കുകയാണ്, അതിലവൻ ക്ഷമിച്ചു. അങ്ങനെ അവൻ ക്ഷമിച്ചത് കണ്ടപ്പോൾ തിരിച്ച് 1000 പകരം നൽകുന്നത് പോലെയാണ് ഇവന്റെ അവസ്ഥയും. ഒരുവൻ ഉപദ്രവിച്ചു, അവനോട് അക്രമം കാണിച്ചു, അവനവിടെ ക്ഷമിച്ചപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ എത്രയോ വലുതാണ് അവൻ കാണുന്നത്. ഫഹീന ഇദിൻ, അപ്പോൾ യഫ്റഹു ബിമാ മന്നല്ലാഹു അലൈഹി അഅ്ളമ ഫറഹൻ യകൂനു, എത്രത്തോളം അവൻ സന്തോഷിക്കാൻ പറ്റുമോ അത്രത്തോളം അവന്റെ മനസ്സിൽ സന്തോഷം ഉണ്ടാവുന്നതാണ്. സുലൈമാൻ റുഹൈൽ പറയുന്നുണ്ട്, ഫല്ലദി യസ്ബിറു വയഅഫു വയസ്ഫഹ്, ആരാണ് വിട്ടുവീഴ്ച ചെയ്ത് നൽകുന്നത്, ക്ഷമിക്കുന്നത്, യകൂനു കല്ലദി യശ്റബു അൽമാ അൽബാരിദ, അവന്റെ അവസ്ഥ ഇതുപോലെയാണ്, തണുത്ത വെള്ളം കുടിക്കുന്നവനെ പോലെയാണ്. തതീബു ഹയാതുഹു, അവന്റെ ജീവിതം സുഖമുള്ളതായി തീരും. വയതീബു ഖൽബുഹു, അവന്റെ ഖൽബ് സുഖമുള്ളതായി തീരും. വതഹ്സുനു അഹ്വാലുഹു, അവന്റെ അവസ്ഥകൾ നന്നായി തീരും. അമ്മല്ലദി യുശ്ഗിലു നഫ്സഹു ബിൽഇൻതിഖാമി വതഫ്കീരി ബിൽഇൻതിഖാം, എന്നാൽ ആരാണോ അവനോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം എന്ന ചിന്തകളുമായി ജീവിക്കുന്നത്, ലാ യശ്ഉറു ഫീ നഫ്സിഹി ഇല്ലാ നാറ, അവന്റെ ഖൽബിൽ അവൻ ആകെ അനുഭവിക്കാൻ സാധിക്കുക ഒരു തീയാണ്, ഒരു തരത്തിലുള്ള എരിച്ചിലാണ്. വലാ യശ്ഉറു ഇല്ലാ ഖലഖ, അവന്റെ ഉള്ളിൽ ആകെ ഉണ്ടാവുക പേടിയും ഭയവും മാത്രം. എങ്ങനെയെങ്കിലും അവനോട് പ്രതികാരം ചെയ്യണം, എനിക്ക് ഉപദ്രവം നൽകിയതുപോലെ എങ്ങനെയെങ്കിലും അവനും ഉപദ്രവം നൽകണം എന്നേ അവന്റെ മനസ്സിലുണ്ടാവുകയുള്ളൂ. പക്ഷെ അവൻ പുറത്തു കൊടുത്താൽ, അവൻ അവിടെ ക്ഷമിച്ചു കഴിഞ്ഞാൽ
അവൻ്റെ മനസ്സിലുണ്ടാകാൻ പോകുന്ന ഒരു തരത്തിലുള്ള സന്തോഷമാണ്, ഒരു തരത്തിലുള്ള സുഖമാണ്. പലപ്പോഴും പലർക്കും ഉറങ്ങാൻ തന്നെ സാധിക്കാറില്ല. ആകെ അവൻ്റെ മനസ്സിലുള്ളത് ഇവനെങ്ങനെങ്കിലും തിരിച്ചു പ്രതികാരം ചെയ്യണം, അവൻ എനിക്ക് ഉപദ്രവം വരുത്തിയതുപോലെ അവനും എങ്ങനെങ്കിലും ഉപദ്രവം വരുത്തണം. അവൻ പലപ്പോഴും പല ആളുകളുടെ പ്രാർത്ഥനകൾ പോലും ഇതായി മാറാറുണ്ട്. റബ്ബേ അവൻ എന്നെ ചെയ്ത് അവൻ അങ്ങനെ കൊടുക്കണം ഇങ്ങനെ കൊടുക്കണം. തമാശ പറയണല്ലത് ഞാൻ. ചില ആളുകളുടെ പ്രാർത്ഥനകൾ പോലും ഇങ്ങനെയാണ്. മനസ്സിൽ ഒരു തരം തീയായി, മനസ്സിൽ ഒരു തരം എരിച്ചിലായിട്ടാണ് ജീവിക്കുന്നത്. അപ്പം അങ്ങനെയല്ല ആവേണ്ടത്. പുറത്തു കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ സന്തോഷവും സുഖവും അവൻ അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അൽ ഖാമിസു, അഞ്ചാമത്തേത്, അൻ യഅലമ, അവൻ മനസ്സിലാക്കണം, അന്നഹു മൻ തഖമ അഹദുൻ ഖത്തു ലിനഫ്സിഹി ഇല്ലാ ഔറസഹു ദാലിക ദുല്ലൻ യജിദുഹു ഫീ നഫ്സിഹി. ഒരാളും തന്നെ പ്രതികാരം സ്വീകരിച്ചിട്ടില്ല, അപ്പോഴെല്ലാം അവൻ്റെ ഉള്ളിൽ ഒരു നിന്ദ്യത അവന് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഫൈദ അഫ അഅസ്സഹുല്ലാഹ്, എന്നാൽ അവന് വിട്ടുവീഴ്ച ചെയ്ത് നൽകിയാൽ അഅസ്സഹുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന് പ്രതാപം നൽകുന്നതാണ്, ഇസ്സത്ത് നൽകും. വഹാദാ മിമ്മാ അഖ്ബറ ബിഹി സാദിഖുൽ മസ്ദൂഖ്, സാദിഖുൽ മസ്ദൂഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു നൽകിയതാണിത്. ഹൈസു യഖൂൽ, അദ്ദേഹം പറഞ്ഞു, മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ, ഒരാളും തന്നെ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല അല്ലാഹു സുബ്ഹാനഹു വതആല അത് മുഖേന അവന് പ്രതാപം ഇസ്സത്ത് വർദ്ധിപ്പിച്ച് നൽകിക്കൊണ്ടല്ലാതെ. പലപ്പോഴും നമ്മൾ പ്രതികാരം ചെയ്യാറ്, നമ്മളോട് ഉപദ്രവം കാണിച്ചവരെതിരെ നമ്മൾ ഉപദ്രവം ചെയ്യാറ് നമ്മളെന്തോ ചെറുതായി പോകുന്നുള്ള തോന്നലുകളാണ്, അല്ലേ? അവനെന്നെ അടിച്ചു, ഞാനവനെ തിരിച്ചടിച്ചിട്ടില്ലെങ്കിൽ ഞാൻ കുറഞ്ഞു പോവല്ലോ, അല്ലെങ്കിൽ അവൻ എന്നെ ആളുകളുടെ ഇടയിൽ നിന്ന് കളിയാക്കി, ഞാൻ അവനെ കളിയാക്കിയിട്ടില്ലെങ്കിൽ എൻ്റെ അഭിമാനം അവിടെ കുറഞ്ഞു പോവല്ലോ എന്ന ചിന്തയാണ് പലപ്പോഴും തിരിച്ച് പ്രതികാരം സ്വീകരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കാറ്. പക്ഷെ നോക്ക്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതല്ല, അതിന് നേരെ എതിരാണ്. മാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ, അല്ലാഹു സുബ്ഹാനഹു വതആല വിട്ടുവീഴ്ചയെ കൊണ്ട് ഒരു അടിമക്ക് വർദ്ധിപ്പിച്ച് നൽകുന്നത് ഇല്ല ഇസ്സ, പ്രതാപം മാത്രമാണ്. فالعز الحاصل له بالعفو أحب إليه وأنفع له من العز الحاصل له بالانتقام. അപ്പം അങ്ങനെ ഒരു അടിമയ്ക്ക് അവൻ വിട്ടുവീഴ്ച ചെയ്ത് നൽകുന്നതിലൂടെ ലഭിക്കുന്ന പ്രതാപം, അതാണ് അവൻ പ്രതികാരം ചെയ്യുന്നതിലൂടെ നേടുന്ന പ്രതാപത്തേക്കാൾ ഇഷ്ടമായി തീരുന്നത്. فإن هذا عز في الظاهر وهو يورث في الباطن ذلا. കാരണം പ്രതികാരം സ്വീകരിച്ചു കഴിഞ്ഞാൽ പുറമെ നമ്മൾ വിചാരിക്കും നമുക്ക് എന്തോ പ്രതാപം കിട്ടിയിട്ടുണ്ട്, എന്തോ ഇസ്സത്ത് ലഭിച്ചിട്ടുണ്ട്. വയൂരിഥു ഫിൽ ബാത്തിനി ദുല്ല, എന്നാൽ നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങൾ എവിടെയോ അതൊരു നിന്ദ്യത, ഒരു ദില്ലത്ത് അവശേഷിപ്പിച്ചിട്ടുണ്ട്. വൽ അഫ്വു ദുല്ലും ഫിൽ ബാത്തിൻ, എന്നാൽ അഫ്വു എന്ന് പറയുന്നത്, വിട്ടുവീഴ്ച ചെയ്ത് നൽകുക എന്ന് പറയുന്നത്, ദുല്ലും ഫിൽ ബാത്തിൻ, അത് അവന്റെ ഉള്ളിൽ ഒരു നിന്ദ്യതയാണ്. വഹുവ യൂരിഥുൽ ഇസ്സ ബാത്തിനൻ വദാഹിറ, എന്നാൽ ഈ വിട്ടുവീഴ്ച ചെയ്ത് നൽകുന്നത് മുഖേന അവൻ നേടിയെടുക്കുന്നത് പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ പ്രതാപമാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ആർക്കെങ്കിലും പ്രതാപം നൽകിയിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഇസ്സത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, മറ്റാർക്കാണ് അവനെ നിന്ദിക്കാൻ സാധിക്കുക? നമുക്ക് അല്ലാഹു റസൂൽ പറഞ്ഞത് അവൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്സത്ത് വർദ്ധിപ്പിച്ച് നൽകുന്നതാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുവനെ ഇസ്സത്ത് വർദ്ധിപ്പിച്ച് നൽകുന്നുണ്ടെങ്കിൽ മറ്റാർക്കാണ് അവനെ നിന്ദിക്കാൻ സാധിക്കുക? ഒരാൾക്കും തന്നെ സാധിക്കുകയില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഉദ്ദേശങ്ങളെ ഇവിടെ നടക്കുന്നുള്ളൂ. ആറാമത്തേത്, അൻ യശ്ഹദ, അവൻ മനസ്സിലാക്കണം, അന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ, അന്നൽ ജസാഅ മിൻ ജിൻസിൽ അമൽ, അവന് ലഭിക്കുന്ന പ്രതിഫലം അവൻ ചെയ്യുന്ന പ്രവർത്തനത്തെ പോലെ തന്നെയാണ്. എന്തൊരു രീതിയിലുള്ള പ്രവർത്തനമാണോ നമ്മൾ പ്രവർത്തിക്കുന്നത്, അതേ രീതിയിലായിരിക്കും റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് പ്രതിഫലം നൽകുന്നത്. വഅന്നഹു നഫ്സുഹു ളാലിമുൻ മുദ്നിബ് വഅന്ന മൻ അഫാ അനിൻ നാസ് അഫ അല്ലാഹു അൻഹു, ആരാണോ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് നൽകുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല അവന് വിട്ടുവീഴ്ച ചെയ്ത് നൽകും. വമൻ ഗഫറ ലഹും, ആരാണോ ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് നൽകുന്നത് ഗഫറ അല്ലാഹു ലഹും, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻക്കും വിട്ടുവീഴ്ച ചെയ്ത് നൽകും. ഇത് പൊതുവെയുള്ള ഒരു ഖായിദയാണ്, ഒരു തത്വമാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത്, നമ്മൾ മനുഷ്യരുമായി എപ്രകാരമാണോ ഇടപഴകുന്നത്,
നമ്മൾ മനുഷ്യരുമായി എപ്രകാരമാണ് നമ്മുടെ സ്വഭാവം രൂപീകരിക്കുന്നത്, അതുപോലെയായിരിക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന പ്രതിഫലത്തിന്റെ ഇനവും. ഒരുപാട് ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നതായി കാണാം, അല്ലേ? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന ഫീ ഹാജതി അഖീഹി കാന അല്ലാഹു ഫീ ഹാജതിഹി. ആരാണോ തന്റെ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി നടക്കുന്നത്, കാന അല്ലാഹു ഫീ ഹാജതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവന്റെ ആവശ്യത്തിന് വേണ്ടിയും അപ്രകാരം നടക്കുന്നതാണ്. വമൻ ഫറജ അൻ മുസ്ലിമിൻ കുർബതൻ, ആരാണോ ഒരു മുസ്ലിമിനെ തൊട്ട് വല്ല പ്രയാസവും നീക്കി നൽകുന്നത്, ഫറജ അല്ലാഹു അൻഹു കുർബതൻ മിൻ കുർബാതി യൗമിൽ ഖിയാമ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിലെ ഇവന്റെ പ്രയാസങ്ങളിൽ ഒരു പ്രയാസം റബ്ബ് സുബ്ഹാനഹു വ തആല ഇവരും നീക്കി നൽകുന്നതാണ്, ഖിയാമത്തിന്റെ നാളിൽ മറച്ചു വെക്കുന്നതാണ്. ദീനിലുള്ള ഖായിദ, നമ്മൾ എങ്ങനെയാണോ ജനങ്ങളായിട്ട് ഇടപഴകുന്നത്, നമ്മളെങ്ങനെയാണോ ജനങ്ങളോട് നമ്മുടെ സ്വഭാവം രൂപീകരിക്കുന്നത്, അപ്രകാരമായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഇടപഴകുക. അതിൽപ്പെട്ടതാണ് ഇതും. നമുക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അല്ലെങ്കിൽ അതിനു മുന്നേ ആ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുക, നമ്മളോട് തന്നെ ചോദിക്കുക. ആരെങ്കിലും എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു സ്ത്രീയെക്കുറിച്ച് വേണ്ടാത്തത് ആരോപിച്ചെന്ന് കരുതുക. ഇനി അത് സത്യമല്ല എന്ന് ബോധ്യപ്പെട്ടിട്ട് അവൻ നമ്മോട് മാപ്പ് പറഞ്ഞാലും നമ്മിൽ ആരൊക്കെ അവന് വിട്ടുവീഴ്ച ചെയ്ത് നൽകാനും അതിനെ തൊട്ട് ക്ഷമിക്കാനും തയ്യാറാകും? എന്നാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ എന്തൊക്കെയോ ബാക്കിയായിട്ടുണ്ടാകും. നോക്കൂ, അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ മകൾ ആയിഷ, നമ്മുടെ ഉമ്മ റളിയല്ലാഹു അൻഹ, അവരെക്കുറിച്ച് വ്യഭിചാര ആരോപണം നടക്കപ്പെട്ടു മദീനയിൽ. അത് ഈ മുനാഫിഖിന്റെ നേതാവ് നേതൃത്വം നൽകുകയും ചെയ്തു. അങ്ങനെ ആരോപണത്തിൽ പങ്കാളിയായിരുന്ന ഒരു സഹാബിയായിരുന്നു മിസ്തഹ് ഇബ്നു അസാസ റളിയല്ലാഹു അൻഹു. അദ്ദേഹം അത് നേരാണെന്ന് കരുതി അദ്ദേഹവും അത് പറഞ്ഞു നടന്നു. അദ്ദേഹം കൂടാതെയുള്ള സഹാബാക്കളും ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി നമ്മുടെ ഉമ്മയുടെ പവിത്രത, ചാരിത്രശുദ്ധി റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വ്യക്തമാക്കി നൽകി. അങ്ങനെ അതിൽ ഉൾപ്പെട്ടിരുന്ന മിസ്തഹിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പലതും നൽകാറുണ്ടായിരുന്നു സദഖ എന്നോണം. പല സമയത്തും അദ്ദേഹത്തിന് ദാനം നൽകാറുണ്ടായിരുന്നു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചാരിത്രശുദ്ധി ബോധ്യപ്പെട്ടതിന് ശേഷം, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വ്യക്തമാക്കിയതിനു ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിസ്തഹിന് ഞാൻ നൽകാറുണ്ടായിരുന്ന സദഖ, ദാനം, ഇനി ഞാൻ അവനത് നൽകുകയില്ല. അത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തടഞ്ഞു വെച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല 7-ാം ആകാശത്തിന് മുകളിൽ നിന്ന് ആയത്തിറക്കി, ഫഅഫു വസ്ഫഹു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക, നിങ്ങൾ മാപ്പ് നൽകുക. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മാപ്പ് നൽകാൻ, നിങ്ങളുടെ തിന്മകൾ റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു നൽകാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മറ്റൊന്ന് ആലോചിക്കേണ്ട താമസം ഉണ്ടാവേണ്ടി വന്നിട്ടില്ല. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ യാ റബ്ബന, അതേ അല്ലാഹുവേ, ഇന്നാ നുഹിബ്ബു അൻ തഗ്ഫിറ ലനാ, നീ ഞങ്ങൾക്ക് പുറത്തു നൽകണമെന്നാണ് നമ്മൾ ആശിക്കുന്നത്. ഫവല്ലാഹി ലാ ഉഅതിയന്ന മിസ്തഹൻ അബദ ഔ കമാ ഖാൽ, ഞാൻ ഇനിയുള്ള എല്ലാ കാലങ്ങളിലും മിസ്തഹിന് ഇത് നൽകിക്കൊണ്ടേയിരിക്കും എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ നഫ്സിലേക്കാണ്. ഒരുപാട് തിന്മകളും പേറിയിട്ടാണ് നമ്മൾ നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പല തവണ നാം അത് പുറത്തു നൽകാൻ യാചിക്കുന്നുണ്ട്. പലപ്പോഴും നാം കരഞ്ഞുകൊണ്ട് റബ്ബിനോട് തേടുന്നുണ്ട്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തിന്മകൾ പുറത്തു നൽകാൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ പെട്ടതാണ് നമ്മോട് ഉപദ്രവം ചെയ്യുന്നവർക്ക് പുറത്തു നൽകുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എപ്രകാരമാണോ മനുഷ്യരോട് ഇടപഴകുന്നത്, അപ്രകാരമായിരിക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മോട് ഇടപഴകുന്നത്. അസാബിഅ, 7-ാമത്തേത്, അൻ യഅലമ, അവൻ മനസ്സിലാക്കണം, അന്നഹു ഇദാ ഇശ്തഗലത് നഫ്സുഹു ബിൽ ഇന്തിഖാമി വ തലബിൽ മുഖാബലതി ضاع عليه സമാനുഹു, അവൻ എപ്പോഴെല്ലാം ഇവന് പ്രതികാരം ചെയ്യാനും അവനോട് പകരം ചോദിക്കാനുമായി നടക്കുന്നുണ്ടോ അപ്പോഴെല്ലാം അവന്റെ ഏറെ പരിശുദ്ധമായ സമയങ്ങളാണ് തീർന്നുകൊണ്ടിരിക്കുന്നത്. വതഫറഖ അലൈഹി ഖൽബുഹു, അവന്റെ ഖൽബ് ഭിന്നിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വഫാതഹു മിൻ മസാലിഹിഹി മാ ലാ യുംകിൻ ഇസ്തിദ്റാകുഹു, ആ സമയത്ത് നേടിയെടുക്കാൻ
ആ സമയത്ത് നേടിയെടുക്കാൻ കഴിയാതെ പോയ മസ്ലഹത്തുകൾ, നന്മകൾ, അത് പിന്നീട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. നമുക്ക് ഇപ്പം ചെയ്യാൻ പറ്റും, ഇപ്പോഴേ ചെയ്യാൻ പറ്റുള്ളൂ, പിന്നെ ചെയ്യാൻ പറ്റൂല. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടും നമ്മൾ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഒരു വിടവാണത്. ഇപ്പൊ നമുക്ക് നന്മ ചെയ്യാൻ പറ്റി, അടുത്ത ദിവസം നമുക്ക് വീണ്ടും നന്മ ചെയ്യാൻ പറ്റി. അപ്പൊ നമുക്ക് എത്ര നന്മയായി? 2 നന്മയായി. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ട് നമ്മൾ ചെയ്തില്ല, അത് നാളെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ എത്ര നന്മ ഉള്ളൂ? 1 നന്മ ഉള്ളൂ. മനസ്സിലായണ്ട? ഓക്കെ. അപ്പൊ എന്താണ്? ആ സമയം നമുക്ക് പോയതാണ്. അള്ളാഹു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആകെയുള്ള ലക്ഷ്യം റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയിട്ട് നന്മകൾ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ പ്രതികാരം ചെയ്യുക എന്നുള്ള മനസ്സോടുകൂടിയാണ് ജീവിക്കുന്നതെങ്കിൽ ആ സമയം അവനിൽ നിന്ന് ഉരുകിത്തീരുകയാണ്. എന്നിട്ട് ശൈഖ് പറയുന്നു, വലഅല്ല ഹാദാ അഅ്ളമ അലൈഹി മിനൽ മുസീബത്തി അല്ലതി നാലത്ഹും മിൻ ജിഹതിഹിം. ഒരുപക്ഷേ ഇവൻക്ക് വരുത്തി വെച്ച ഉപദ്രവങ്ങളെക്കാൾ എത്രയോ വലിയ മുസീബത്ത് ഇതായിരിക്കും. ഇവന്റെ ഈ സമയം ചെലവായി പോവുക എന്നുള്ളതായിരിക്കും. فإذا عفا وصفح فرغ قلبه وجسمه لمصالح التي هي أهم عنده من الانتقام. അങ്ങനെ ഇവൻ ക്ഷമിച്ച് കഴിഞ്ഞാൽ, അവർക്ക് വിട്ടുവീഴ്ച ചെയ്ത് നൽകി കഴിഞ്ഞാൽ പിന്നെ അവന് റാഹത്തുണ്ട്. അവന് ചിന്തിക്കേണ്ടത് ചിന്തിക്കാം, പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിക്കാം. അല്ലെങ്കിലൊക്കെ അവന്റെ മനസ്സിൽ ആകെ ഉണ്ടാവുക ഇവനോട് എങ്ങനെ പ്രതികാരം ചോദിക്കും, ഇവനോട് എങ്ങനെ പകരം വീട്ടും എന്നതൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ക്ഷമിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കാര്യം ഇവിടെ കഴിഞ്ഞു, അതോടുകൂടി തീർന്നല്ലോ. പിന്നെ അവന്റെ ഖൽബിനെ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് മാത്രമായി തിരിക്കാൻ അവനെ കൊണ്ട് സാധിക്കുന്നതാണ്. 8ാമത്തേത് അൻ ഇന്തിഖാമഹു വസ്തിഫാഅഹു വൻതിസാറഹു ലിനഫ്സിഹി വൻതിസാറുഹു ലഹാ. ഞാൻ എന്നോട് ആരെങ്കിലും ഉപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് പകരം ചോദിക്കുന്ന, പ്രതികാരം വീട്ടുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, അല്ലേ? വേറെ ആർക്കും വേണ്ടിയിട്ടല്ലല്ലോ. എന്നാൽ ഫഇന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തഖമ ലിനഫ്സിഹി ഖത്തു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലിന്റെ നഫ്സിന് വേണ്ടിയിട്ട് ഒരിക്കൽ പോലും പകരം ചോദിച്ചിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മൻ തഖമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിനഫ്സിഹി ഫീ ഷൈഇൻ യുഅ്താ ഇലൈഹി. അള്ളാഹുവിന്റെ റസൂലിനോട് ചെയ്യപ്പെട്ട ഒരൊറ്റ ഉപദ്രവത്തിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പകരം ചോദിച്ചിട്ടില്ല. പക്ഷേ ഹത്താ യുൻതഹക മിൻ ഹുറുമാത്തില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ വല്ല കാര്യങ്ങളും അവിടെ പ്രവർത്തിക്കപ്പെട്ടാൽ ഫയൻതഖിമു ലില്ലാഹ്, എങ്കിൽ അവിടെ പകരം ചോദിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ടാണ്, തന്റെ നഫ്സിന് വേണ്ടിയിട്ടല്ല. അപ്പൊ നമ്മൾ പലപ്പോഴും പ്രതികാരം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നഫ്സിന് വേണ്ടിയിട്ടാണ് പ്രതികാരം ചോദിക്കുന്നത്. എന്നാൽ നമ്മുടെ മാതൃകയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും തന്റെ നഫ്സിന് വേണ്ടി പ്രതികാരം ചോദിച്ചിട്ടില്ല, പകരം വീട്ടിയിട്ടില്ല. നമ്മൾ പിൻപറ്റേണ്ടത് ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാതയാണ്. 9ാമത്തേത് ഇൻ ഊദിയ അലാ മാ ഫഅലഹു ലില്ലാഹ്. അവൻ ഉപദ്രവിക്കപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയുള്ള വല്ല കാര്യത്തിലുമാണെങ്കിൽ, ദീനിയ വല്ല കാര്യത്തിലുമാണെങ്കിൽ, ഔ അലാ മാ അമറ ബിഹി മിൻ ത്വാഅതിഹി വ നഹാ അൻഹു മിൻ മഅസിയതിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിലുള്ള ദീനിന്റെ മാർഗ്ഗത്തിലാണ് അവൻ ഉപദ്രവിക്കപ്പെട്ടത് എന്നാണെങ്കിൽ, വജബ അലൈഹി സബർ, ആ വിഷയത്തിൽ അവൻ ക്ഷമിക്കുക എന്നുള്ള നിർബന്ധമാണ്, അവന് ക്ഷമിച്ചേ പറ്റൂ. വലം യകുൻ ലഹുൽ ഇന്തിഖാം, ആ വിഷയത്തിൽ അവൻ തന്റെ നഫ്സിന് വേണ്ടി പ്രതികാരം ചോദിക്കുക എന്നുള്ളത് പാടില്ലാത്തതാണ്. ഫഇന്നഹു ഖദ് ഊദിയ ഫില്ലാഹ്, കാരണം അവൻ ഉപദ്രവിക്കപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയാണ്. ഫഅജ്റുഹു അലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അവന് പ്രതിഫലം നൽകേണ്ടത്. അതുകൊണ്ടാണ് മുജാഹിദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗ്ഗത്തിൽ അവരുടെ രക്തവും സമ്പത്തും നൽകിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വ അംവാലഹും ബിഅന്ന ലഹുമുൽ ജന്നഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിൽ നിന്ന് അവരുടെ സമ്പത്തും രക്തവും വാങ്ങി ബിഅന്ന ലഹുമുൽ ജന്നഹ്, അവർക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് വാഗ്ദാനം നൽകിയിട്ട്. ഫസമനു അലല്ലാഹ്, ഈ നാം ഏൽക്കുന്ന ഉപദ്രവങ്ങളുടെ സമന്, അതിന്റെ പ്രതിഫലം നൽകേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ലാ അലൽ ഖൽഖ്, അത് സൃഷ്ടികളല്ല നമുക്ക് നൽകേണ്ടത്. ഫമൻ തലബ സമന
മിൻഹും ആരാണോ ഈ പ്രതിഫലം ജനങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ജനങ്ങളിൽ നിന്ന് തേടുന്നത്, ഫലം യകുൽ ലഹു അലല്ലാഹി സമൻ, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് ഒന്നും ഉണ്ടാവില്ല, പ്രതിഫലം ഉണ്ടാവുകയില്ല. ഫഇന്നഹു മൻ കാന ഫില്ലാഹി തലഫു കാന അലല്ലാഹി ഖലഫു, ആരുടെ വല്ല വസ്തുക്കളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ, നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അത് പകരം നൽകുന്നതാണ്. ഇത് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ആരും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഒന്നും ഒഴിവാക്കുന്നില്ല. ഇല്ലാ അവദഹുല്ലാഹു ഖൈറൻ മിൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ മഹത്തരമായത് അവൻ തിരികെ നൽകിയിട്ടല്ലാതെ. എന്നാൽ വഇൻ കാന ഖദ് ഊദിയ അലാ മുസീബത്തിൻ, ഒരു മുസീബത്തിന്റെ പേരിലാണ് അവൻ ഉപദ്രവിക്കപ്പെട്ടത് എന്നാണെങ്കിൽ, എന്ന് വെച്ചാൽ അവൻ തന്റെ കൈകൾ കൊണ്ട് പ്രവർത്തിച്ചതിന്റെ നിമിത്തം, പാപങ്ങളുടെ നിമിത്തം, ഫലിയർജി ബില്ലൗമി അലാ നഫ്സിഹി, ഈ അവസരത്തിൽ അവൻ ചെയ്യേണ്ടത് തന്നിലേക്ക് തന്നെ മടങ്ങുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വയകൂനു ഫീ ലൗമിഹി ലഹാ ശുഗ്ലുൻ അൻ ലൗമിഹി ലിമൻ ആദാ, ഈ അവസരത്തിൽ അവൻ തന്നെ പഴിചാരും മറ്റുള്ള ആളുകളെ പഴിചാരുന്നതിന് അവൻ മാറി നിൽക്കുകയും ചെയ്യും. വഇൻ കാന ഖദ് ഊദിയ അലാ ഹദ്ദിൻ, ഇനി ദുനിയാവിന്റെ വല്ല കാര്യത്തിലുമാണ് അവൻ ഉപദ്രവിക്കപ്പെട്ടത് എന്നുണ്ടെങ്കിൽ, സൗന്ദര്യത്തിന്റെ പേരിൽ, സമ്പത്തിന്റെ പേരിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളുടെ പേരിലാണ് അവൻ ഉപദ്രവിക്കപ്പെട്ടത് എന്നുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടല്ലോ പല ആളുകൾക്കും അസൂയ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളുടെ പേരിലാണ്. അവൻ ഇന്നത് നൽകി, അവൻ ഇന്നത് നൽകി, എനിക്ക് നൽകിയില്ല. ഈ അസൂയക്ക് എന്താണ്? ഉപദ്രവമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫലഖിൽ വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ് എന്ന് പറഞ്ഞത്. ഫലിയുവത്തിൻ നഫ്സഹു അലാ സബർ, അവൻ സബറിൽ അവന്റെ നഫ്സിനെ പിടിച്ചു വെക്കട്ടെ. فإن نيل المحظوظ دونه أمر أمر من الصبر فمن لم يصبر على حر الهواجر والأمطار والثلوج ومشقة الأسفار ولصوص الطريق, ആരാണോ ചൂടുള്ള ഉച്ച സമയത്തെ ക്ഷമിക്കാത്തത്, പിന്നെ ആ സമയത്തിലെ ചൂടിനെ തൊട്ട് ക്ഷമിക്കാത്തത്, അതുപോലെ തന്നെ മഴയെയും യാത്രയെയും ഒക്കെ ക്ഷമിക്കാത്തത്, ഫലാ ഹാജത ലഹു ഫിൽ മുതാജറ, അങ്ങനെയുള്ള ആളുകൾ കച്ചവടം ചെയ്യണമെന്നില്ല. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ സഹിച്ചാലേ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. എന്തെങ്കിലുമൊക്കെ നമ്മളെ ഭാഗത്ത് നിന്ന് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടെങ്കിലേ, നമ്മളെ ഭാഗത്ത് നിന്ന് വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിലേ വല്ലതൊക്കെ കിട്ടുള്ളൂ. ദുനിയാവിൽ അങ്ങനെയാണല്ലോ. സമ്പത്തുള്ളവനാണെങ്കിൽ കച്ചവടം ചെയ്യണം, അതിന് പ്രയാസമുണ്ട്. വല്ല കാര്യത്തിലാണെങ്കിൽ ഇൽമു പഠിക്കുന്നവർ, ആലിമാണ്, പ്രയാസമുണ്ട്. ഹിഫ്ളാക്കണം, മുറാജ ചെയ്യണം, ഫഹ്മ് വേണം, ചിന്തിക്കണം. അങ്ങനെ എന്ത് ഉയർന്ന പദവി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ അതിന്റെ പിന്നിലൊക്കെ നമുക്ക് ചില പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. അതിൽപ്പെട്ടാണ് ഇതെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇവിടെ മുസീബത്തുകൾ മൂന്നായി വേർതിരിച്ചു. ഒന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനുള്ള മുസീബത്ത്, അവിടെ എന്താണ്? ക്ഷമിക്കൽ നിർബന്ധമാണ്. കാരണം പകരം ആര് തരും? റബ്ബ് സുബ്ഹാനഹു വ തആല തരും. രണ്ടാമത്തേത് നമ്മൾ ചെയ്ത തിന്മകൾ കാരണമായിട്ടുള്ള മുസീബത്തുകൾ, ഉപദ്രവങ്ങൾ, അക്രമങ്ങൾ, അത് നമ്മൾ തിരിയേണ്ടത് നമ്മിലേക്കാണ്. മൂന്നാമത്തേത് നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്ത് നൽകിയ അനുഗ്രഹങ്ങൾ മുഖേന നമ്മൾ ഏൽക്കുന്ന ഉപദ്രവങ്ങൾ. അവിടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അത് കിട്ടണമെങ്കിൽ ഇതൊക്കെ സഹിച്ചേ മതിയാവും എന്ന് നമ്മളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുക. പത്താമത്തേത് അൻ യശ്ഹദ മഅയ്യത്തല്ലാഹി മഅഹു ഇദാ സബറ, ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കൂടെയുണ്ട് എന്നവൻ തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. വമഹബ്ബതുഹു ലില്ലാഹ് വമഹബ്ബത്തുല്ലാഹി ലഹു വറിദാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഇഷ്ടപ്പെടും, എന്നെ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടും എന്നും അവൻ മനസ്സിലാക്കുക. വമൻ കാന അല്ലാഹു മഅഹു, ആരുടെ കൂടെയാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയിട്ടുള്ളത്, ദഫഅ അൻഹു മിൻ അൻവാഇൽ അദാ വൽ മദറാത്തി മാ ലാ യദ്ഫഉ അൻഹു അഹദു മിൻ ഖൽഖിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തൊട്ട് സർവ്വ ഉപദ്രവങ്ങളും അക്രമങ്ങളും തടുക്കും, ഒരു സൃഷ്ടികൾക്കും തടുക്കാൻ സാധിക്കാത്ത വണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. വസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുക. ഇന്നല്ലാഹ മഅസ് സാബിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. ഇത് നമ്മൾ പലപ്പോഴും കേട്ട ആയത്താണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. അള്ളാഹുവിന്റെ മഅയ്യത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ചിന്ത. അതുപോലെ തന്നെ
വല്ലാഹു യുഹിബ്ബു സാബിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സബർ ചെയ്യുന്നവനെ, ക്ഷമിക്കുന്നവനെ റബ്ബ് സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നതാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ കൈകളിലാണ്. പിന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി സർവ്വതും കാത്തു സൂക്ഷിച്ചുകൊള്ളും. ഹദീസിൽ വന്നതുപോലെ അറിയുന്ന ഹദീസാണ്, ഇദാ അഹ്ബബ്തുഹു, ഞാനൊരു മനുഷ്യനെ, ഒരു അടിമയെ ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുന്തു സമഉ അല്ലദീ യസ്മഉ ബിഹി എന്ന ഹദീസ് നമുക്ക് ഏവർക്കും അറിയുന്ന ഹദീസാണ്. അതുകൊണ്ട് ഈ കാര്യവും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഅയ്യത്ത്, അവൻ നമ്മുടെ കൂടെ ഉണ്ടാകും സർവ്വസഹായങ്ങളുമായി. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നുള്ള തോന്നൽ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന വ്യക്തിയായി ഞാൻ മാറും എന്നുള്ള തോന്നലുകളും. 10ഓളം കാര്യങ്ങൾ ബാക്കിയുണ്ട്, നമുക്ക് പിന്നീടൊരു അവസരത്തിൽ വായിക്കാം ഇൻഷാ അല്ലാഹ്. ഈ കാര്യങ്ങൾ നമ്മൾ ശരിക്കും പഠിക്കണം. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പ്രതികാരം ചോദിക്കുന്നത് എന്തോ വലിയ കാര്യമായിട്ട് അവതരിപ്പിക്കും, ഇല്ല? സിനിമയിലായാലും സീരിയലായാലും ഇനിയിപ്പോൾ ഇവർ വായിക്കുന്ന കഥാപുസ്തകത്തിലായി കഴിഞ്ഞാലൊക്കെ അതിലുള്ള കഥ എന്തായിരിക്കും? ആദ്യം ഏതോ ഒരു വില്ലൻ ഇവനെ വന്ന് ഉപദ്രവിച്ചു, അതിന്റെ പ്രതികാരം തീർക്കല. പിന്നെ അപ്പോൾ പ്രതികാരം തീർക്കുന്ന എന്തോ വലിയ കാര്യമായിട്ട് ആളുകൾ കാണുന്ന ഈ സന്ദർഭത്തിൽ, ഈ കാലഘട്ടത്തിൽ നമ്മളെ മക്കളെയും നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമാണത്. അവിടെ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത് അതെല്ലാവർക്കും നടക്കുന്ന കാര്യമല്ല. സാലിഹീങ്ങളിൽ തന്നെ ചില പ്രത്യേക ആളുകൾക്ക് മാത്രം നടക്കുന്ന കാര്യമാണ്. അങ്ങനെ ക്ഷമിക്കാൻ, അങ്ങനെ വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഞാൻ എന്തൊക്കെയാണ് അപ്പോൾ ഓർക്കേണ്ടത് എന്നാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് നമ്മെ ഓർമ്മപ്പെടുത്തിയത്. ബാക്കിയുള്ള 10ഓളം കാര്യങ്ങൾ പിന്നീട് ഒരു അവസരത്തിൽ വായിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ ജനങ്ങളുമായി ഇടപഴകാനും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഇടപഴകാനും അല്ലാഹു നമുക്ക് സഹായം നൽകുമാറാകട്ടെ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها وصلى الله وسلم على نبينا محمد وعلى آله وصحبه وسلم. السلام عليكم ورحمة الله.